നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാർക്കും മനസ്സ് വല്ലാതെ വിഷമിക്കുമ്പോൾ അല്ലെങ്കിൽ വേദനിക്കുമ്പോൾ, എന്തെങ്കിലും ഒരു ഭയം വല്ലാതെ അകറ്റുമ്പോൾ, ഇനി അതും അല്ലെങ്കിൽ ജീവിതം നേരിടാൻ നമ്മൾ കൂട്ടിവെച്ചിരിക്കുന്ന ധൈര്യം ചോർന്നു പോകുന്നു എന്ന് തോന്നുമ്പോൾ ഒക്കെ ആദ്യം മനസ്സിൽ തോന്നുന്ന ഒരു വിചാരമാണ് ഗുരുവായൂർ പോകണം. അങ്ങനെ ഒന്ന് പറയുമ്പോൾ തന്നെ പാതി വിഷമം അവിടെ തീരും. ഗുരുവായൂരപ്പനെ കാണാൻ മനസ്സ് അത്രമാത്രം ആഗ്രഹിക്കുമ്പോൾ കണ്ണൻ വിളിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഭക്ത മനസ്സ് വേദനിക്കുന്നതൊന്നും കണ്ണൻ ഇഷ്ടമല്ല. കണ്ണനത് അറിയാൻ സാധിക്കും. അപ്പോഴാണ് ഭഗവാൻ നമ്മെ തോന്നിപ്പിക്കുന്നത്. ഗുരുവായൂരപ്പൻ്റെ വിളി വരാതെയോ നമുക്കവിടെ എത്തിച്ചേരാനും സാധിക്കില്ല. ഒക്കത്തിനും ഭഗവാൻ സമയം നിശ്ചയിച്ചിരിക്കണം. കണ്ണനെ പ്രാർത്ഥിക്കുമ്പോൾ ഭക്തി തരണേ കണ്ണ, മനസ്സിൽ എന്നും എപ്പോഴും കൂടെ ഉണ്ടാവണേ കണ്ണ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ വിഷമങ്ങൾ എല്ലാം കണ്ണനറിയാം. എണ്ണി പെറുക്കേണ്ട കാര്യമൊന്നുമില്ല. ഏത് വിഷമവും ഏത് കഷ്ടകാലവും എത്ര വലിയ പ്രതിസന്ധിയും ആയിക്കോട്ടെ, ഗുരുവായൂരപ്പൻ കൂടെയുള്ളപ്പോൾ നമ്മൾ എന്തിനു ഭയക്കണം? ഈ ലോകത്ത് കണ്ണൻ്റെ നാമത്താൽ അലിയുന്ന വേദനകളും കണ്ണൻ്റെ സ്മരണയാൽ തീരുന്ന വ്യാധികളും കണ്ണൻ്റെ ദർശനത്താൽ തീരുന്ന തീരാദുഃഖങ്ങളും ഉള്ളൂ. ഒരു തവണ തൊഴുതു കഴിഞ്ഞാൽ ഒന്നുകൂടി തൊഴണം എന്ന് തോന്നിപ്പിക്കുന്ന ഒരേ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പൻ്റെ നടക്കലാണ്. ആരോ എത്രയോ ഭംഗിയായി ഇങ്ങനെ പറഞ്ഞിരിക്കണം. ഒരു വട്ടം കൂടിത്തൊഴുമ്പോഴും തോന്നും ഇതുവരെ തൊഴുതതു പോരെന്ന്. അകതാരിൽ നിറയുമീ അനുപമം നിർവൃതി ഗുരുവായൂരമ്പല തിങ്കൾ മാത്രം. കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി ഗോവിന്ദ. കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി ഗോവിന്ദ.